കലോത്സവ റിപ്പോർട്ടിംഗ് കല കലക്കാനായിട്ട് ഞങ്ങൾ മാത്രമല്ല വേറെ ചിലരും തട്ടകത്തിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അസൈൻമെൻറ്റ് ഇന്ന് വേദി 1 പോകുന്നത് അഫ്ന, ഹൃദ്യ, പിന്നെ ആരാണ് പോകുന്നത്? അമ്നയും പോകും. പിന്നെ നമ്മൾക്ക് വേദി 3 ഇരളനൃത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രീലക്ഷ്മി പോകുന്നതായിരിക്കും. കലോത്സവ നഗരിയിൽ ഞങ്ങളെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ മാത്രമല്ല ദാ ഇതുപോലെ മൈക്കും പേനയും ഒക്കെ പിടിച്ചുള്ളത് കേട്ടോ. ഇതുപോലത്തെ കുറച്ച് കുട്ടി റിപ്പോർട്ടേഴ്സും കുട്ടി മാധ്യമ പ്രവർത്തകരും ഇവിടെ സജീവമാണ്. അവരെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ അവരുടെ കൂടെയുള്ള അധ്യാപകരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഒരുപാട് കാര്യങ്ങൾ ഈ കലോത്സവ നഗരിയിൽ ഈ കുട്ടി റിപ്പോർട്ടേഴ്സ് ചെയ്തു കൂട്ടുന്നുണ്ട്. അവർ ചെറിയ പത്രമൊക്കെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ, എന്താണ് ഫ്രെയിംസ് എന്നാണല്ലോ ഈ ഒരു പത്രത്തിൻ്റെ പേര്? എന്തെല്ലാമാണ് നമ്മുടെ ഈ കുട്ടി റിപ്പോർട്ടേഴ്സ്? ഇവരെവിടെ നിന്നാണ് വരുന്നത്? അവരെന്തെല്ലാമാണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇവൻ്റാണത്. ഇത്രയും വലിയൊരു ഇവൻറ്റിൽ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ക്ലാസ് മുറികളിൽ ഇരിക്കാനാവില്ല. അപ്പോൾ അവർ പുറത്തിറങ്ങണം. അവർ പുറത്തിറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണണം. ജനപ്രതിനിധികൾ, സിനിമാ താരങ്ങൾ, ജനപ്രിയ താരങ്ങൾ ഇവരോടൊക്കെ അടുത്തിടപഴകണം. കൂടുതൽ ആശയവിനിമയ ശേഷി അവരുണ്ടാക്കിയെടുക്കണം. ഭാവി മാധ്യമ പ്രവർത്തകരാകാൻ വേണ്ടിയുള്ള ഒരു പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം. ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ തൃശ്ശൂരിൽ കലോത്സവം നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജേർണലിസം സ്കൂളുകളിൽ നിന്ന് മിടുക്കരായിട്ടുള്ള ജേർണലിസം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള അസൈൻമെൻറ്റുകൾ ദിവസം കൊടുക്കുന്നു. അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ ദിവസവും 2000 കോപ്പി വീതം പത്രമടിച്ച് അത് കലോത്സവ നഗരിയിലെല്ലാം എത്തിക്കുന്നു. ഇതാണ് 2000 കോപ്പി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്വൽ സ്റ്റോറികളും ചെയ്യുന്നുണ്ട്. വിഷ്വൽ സ്റ്റോറികൾ നമ്മൾ ഡെയിലി ഒരു ദിവസം ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു മാധ്യമ പാഠം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ അവരെ പ്രാപ്തരാക്കുക, ഭാവി കാലത്തെ മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കാനുള്ള ഒരു പരിശീലന കളരിയായിട്ട് ഇത്തരം ഇവൻറ്റുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ പുസ്തകപ്പുഴുക്കളായി മാറാതെ അവരെ ആ ഒരു ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടാണ് എന്താണെങ്കിലും ഇവരുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ ആദ്യാക്ഷരങ്ങൾ അല്ലേ നിങ്ങൾ ചുവട് വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്ര വർഷമായി നിങ്ങളിതിങ്ങനെ ചെയ്തു തുടങ്ങി? ഞങ്ങൾ +1 +2 ആണ് ജേർണലിസം പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ചുമരുകൾക്കുള്ളിൽ ക്ലാസ് മുറികളിൽ ഒതുങ്ങി കൂടാതെ ഇവിടെ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമുക്ക് ഇത്ര സപ്പോർട്ട് തരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഒരു ബുക്കിലൂടെ പഠിക്കുന്നതിലും വളരെയധികം കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ കലോത്സവമാണോ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ജേർണലിസം വിദ്യാർത്ഥികൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ ട്രിവാൻഡ്രത്തെ ജേർണലിസം നല്ല കുട്ടികളെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ ടീച്ചറാണ് ഈ ഒരു ടീമിനെ കൊണ്ടുപോകുന്നല്ലേ? ടീച്ചറും നമ്മൾ നേരത്തെ കണ്ട സാറും കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പത്രത്തിന് ഫ്രെയിംസ് എന്നുള്ള ആ ഒരു പേര് വരാനായിട്ടുള്ള കാര്യം എന്തായിരുന്നു? കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജേർണലിസം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു സംഘടനയാണ് ഫ്രെയിംസ്, ഫ്രാറ്റേണിറ്റി ഓഫ് മീഡിയ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ജേർണലിസം പഠിക്കുന്ന കുട്ടികളെ ചേർത്തുകൊണ്ട് ഇങ്ങനെയൊരു സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത്. It was down the road he brought me, still in the trunk of his car. I won't say it felt right, but it did feel expected. The way you know your blood can spring like a hydrant. That September, the horseflies were murder in the valley. I'd come home to visit the family, get in a couple of weeks of free food, hooked up with the guy I know when I was a kid, and things went bad. 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ സംഘടന തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ ഈ പത്രം ഇറക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു സംസ്ഥാന കലോത്സവം. ജേർണലിസത്തിൽ പാഷനുള്ള കുട്ടികളാണ് മിക്കവാറും ഹയർ സെക്കൻഡറികളിൽ ജേർണലിസം ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണിത്. ഒരു ക്ലാസ് റൂമുകളിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല മാധ്യമപ്രവർത്തനം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഭവം ഭാവിയിലെ നല്ല മാധ്യമപ്രവർത്തകരായി ഇവർ വളരാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. വെരി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഇവിടെ മൈക്കൊക്കെ പിടിച്ച ഒരു റിപ്പോർട്ടർ ഇവിടെ നിൽപ്പുണ്ട്. റിപ്പോർട്ടറോട് ഒരു ചോദ്യം ചോദിക്കുക. ആരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മോർണിംഗ് തന്നെ വരും, പല ഗ്രൂപ്പ്സായി സ്പ്ലിറ്റ് ചെയ്യും. ചിലർ വിഷ്വൽ മീഡിയയിൽ ഫോക്കസ് ചെയ്യും, ചിലർ റൈറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത്, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റോറി കളക്ട് ചെയ്യും. നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ലേ ഔട്ടിങ്ങിനാണ് മെയിനായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി മിക്ക കാര്യങ്ങളും സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്യുന്നത്. പറയാതിരിക്കാൻ വയ്യ, ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാരൻസും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങളെല്ലാം +2 പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ സംസ്ഥാന കലോത്സവം സംഭവിക്കുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഞങ്ങൾക്കത് ഭയങ്കര ലക്കിയാണ്. വി ആർ ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
ഓക്കെ, അപ്പൊ നാളെ എന്നെ പോലെയൊക്കെ മൈക്ക് പിടിച്ചിവിടെ നിൽക്കുമല്ലേ? നിൽക്കും, ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ഇതിൽ ആരൊക്കെയാ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നവര്? ഐ മീൻ വിഷ്വൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നവര് എല്ലാവരും ഉണ്ട്. ഓക്കെ, വീഡിയോ ജേർണലിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ ക്യാമറയൊക്കെ പിടിച്ചൊന്ന് പൊക്കി കാണിച്ചേ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറൊരു ക്യാമറക്കാരനെ കൂടി കണ്ടല്ലോ. യെസ്. അപ്പോൾ വളരെ മികവുറ്റ രീതിയിൽ തന്നെ എന്താണെങ്കിലും എന്താ ഈ കുട്ടി റിപ്പോർട്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മികവുറ്റ രീതിയിൽ തന്നെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ വിശേഷങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ മാത്രമല്ല കേട്ടോ, ഇവരുടെ ഈ ഫ്രെയിംസ് പത്രവും കൂടി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അല്ലേ? ആണോ? ഒരു ഉറപ്പില്ലാത്തത് സെറ്റാണെന്ന് പറ. അതാണ്. അപ്പോൾ വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യു സുഭാഷിനൊപ്പം ചൈതന്യ ഇൻ റിപ്പോർട്ടർ.